മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ചു. ക്യാൻസർ അസ്ഥികളിലേക്ക് വ്യാപിച്ചതായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മൂത്ര സംബന്ധമായ അണുബാധയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഗുരുതരമായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് അറിയിച്ചത്. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ബൈഡനെ വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയത്. പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ പടരുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രോസ്റ്റേറ്റ് ക്യാൻസറാണിത്. ജോ ബൈഡൻ ഡോക്ടർമാരുമായും തൻ്റെ കുടുംബവുമായും കൂടിയാലോചനകൾ നടത്തി വരികയാണ്. രോഗം ഗുരുതരമാണെങ്കിലും ഹോർമോൺ ചികിത്സയ്ക്ക് ചില സാധ്യതകൾ ഉണ്ടെന്ന് ബൈഡന്റെ ഓഫീസ് പറഞ്ഞു. 1 മുതൽ 10 വരെയുള്ള ഗ്ലീസൺ സ്കോർ സ്കെയിലിൽ 82 വയസ്സുള്ള ബൈഡന്റെ സ്കോർ ഗുരുതരമായ 9 ആണ്. ക്യാൻസർ വളരെ വഷളായ നിലയിലായി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ക്യാൻസർ അദ്ദേഹത്തിൻ്റെ കാലുകളിലെ അസ്ഥികളിലേക്കും പടർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഡൊണാൾഡ് ട്രംപ് സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡൻ പിന്മാറുവാൻ നിർബന്ധിതനായി 1 വർഷം കഴിയുമ്പോഴാണ് ഈ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. പുരുഷന്മാരിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ക്യാൻസർ ബാധയിൽ 2ാം സ്ഥാനമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ളത്. 100ൽ 13 പുരുഷന്മാർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ക്യാൻസർ നേരിടേണ്ടി വരുന്നതായിട്ടാണ് അമേരിക്കയിലെ ഗവേഷകരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അസ്ഥികളിലേക്ക് പടരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. പ്രോസ്റ്റേറ്റ് ക്യാൻസർ അദ്ദേഹത്തിന് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വരുന്ന വിവരം. എന്തായാലും അമേരിക്കയിലൊക്കെ അവിടുത്തെ മെഡിക്കൽ ശാസ്ത്രമൊക്കെ കുറച്ച് കൂടുതൽ വളർന്നു എന്നല്ലേ നമ്മളൊക്കെ അറിയുന്നത്. നല്ല ചികിത്സ തേടി അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. ഇപ്പോൾ